പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു വിദഗ്ധനായ ഒരു ചികിത്സകനെയാണ്. അദ്ദേഹം ഒറ്റമൂലിനെ പറ്റിയിട്ടും ഉഴിച്ചിലും അങ്ങനെയുള്ള ചികിത്സാ രീതികൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സ്വന്തം ഒറ്റമൂലികളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ചികിത്സാ രീതികളും അതുപോലെ തന്നെ നടു മിന്നുന്ന ഉളുക്കുന്ന ആൾക്കാർക്ക് ചികിത്സ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചെറിയ ഗ്ലാസ് വെച്ചിട്ട് എയർ ടൈറ്റ് ചെയ്തിട്ട് ഗ്ലാസ് കൊണ്ട് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയുണ്ട്. അതുകൊണ്ട് ഈ ചൂണ്ടാണി മർമ്മങ്ങൾ പിടിച്ചിട്ട് നമ്മൾ ഇപ്പോൾ തലവേദനയോ പല്ലുവേദനയോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളെ കയ്യിലെ ഈ ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് 2 മിനിറ്റ് തിരുമ്മി കഴിഞ്ഞാൽ പല്ലുവേദനയും തലവേദനയും നിൽക്കും. അതുപോലെ തന്നെ മുട്ടുവേദന ഉണ്ടെങ്കിൽ ഈ കാലിന്റെ പുറകിൽ ഒരു കുഴിയുണ്ട്, അത് മർമ്മമാണ്. ആ സ്ഥാനത്ത് അമർത്തി ഒരു ചെറുവിരൽ കണത്തിൽ അമർത്തി പിടിച്ച് കാല് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ആട്ടിയിട്ട് വിരൽ വലിച്ച് പൊട്ടി കഴിഞ്ഞാൽ ആ മുട്ടുവേദന മാറി കിട്ടും. എത്ര നേരം പിടിക്കും? ഒറ്റ അപ്പൊ തന്നെ മുട്ടുവേദന മാറും. പിന്നെ അതുപോലെ തന്നെ കൈ പൊക്കാൻ പറ്റാത്ത കൈകൾ ഇങ്ങനെ പൊക്കാൻ പറ്റാണ്ട് വരുമ്പോ ഈ മർമ്മത്തിൽ നമ്മളിങ്ങനെ പിടിച്ച് ഇവിടെ ഒരു കുഴിയുണ്ട്, ഈ കുഴിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഈ ചെവിയുടെ താഴെയുള്ള ഈ ഭാഗത്തും ഈ മുട്ടിലും കൂടിയിട്ടതാക്കിയിട്ട് കൈ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ എന്നിട്ട് വിരൽ വലിച്ച് ഞൊട്ട പൊട്ടിക്കുക എന്ന് പറയും. അങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഏത് പൊങ്ങാത്ത കൈയും നമുക്ക് പൊങ്ങി കിട്ടും. അങ്ങനെ ഈ കാലിലും കൈക്കൊക്കെ. പിന്നെ നടുവിനാണെങ്കിൽ നമ്മൾ അവിടെ ഈ പറഞ്ഞ പോലെ വലിയ ജ്യൂസ് ഗ്ലാസ്സിൽ പൈസ എടുത്തിട്ട് അതിൽ ഒരു ചിരി തുണി കൊണ്ട് കോട്ടൺ തുണി ഡെമോ ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെയുള്ള ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ഇതിന്റെ നടുക്കൊരു കോയിൻ വെക്കുക. നമ്മൾ കോയിൻ വെച്ചിട്ട് ഇതിങ്ങനെ ചെയ്തതിന് ശേഷം ഇങ്ങനെ പിരിക്കുക. ഇങ്ങനെ പിരിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ വിടുന്ന സമയത്ത് ഇങ്ങനെ ഒരു തിരിയാവും. തിരിയാണ് ഇത്. ഈ ഇങ്ങനെ 2 വിരൽ വെച്ചിട്ട് ഇങ്ങനെ നട്ടേലിൽ കൂടെ നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ വേദനയുള്ള ഭാഗം വരുമ്പോൾ അവരോട് ചോദിക്കുക, ആ വേദനയുള്ള ഭാഗത്ത് ഗ്യാപ്പ് ഉണ്ടാവും, അസ്ഥി അകന്നതായിരിക്കും. അവിടെ ഈ ഇത് വെച്ചിട്ട് നമ്മൾ എണ്ണയിൽ മുക്കിയിട്ട് ഈ തിരിന്റെ അറ്റത്ത് മാത്രം എണ്ണ മുക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ആ ഭാഗത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ തീ കൊടുക്കുന്നു. തീ കൊടുത്തിട്ട് ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുന്നു. അത് എത്ര നേരം വയ്ക്കും? ഗ്ലാസ്സോ? ഇത് പിടിച്ചു കഴിഞ്ഞാല് ഗ്ലാസ് പിടിക്കും. പിടിച്ചു കഴിഞ്ഞിട്ട് ആളുകൾ എഴുന്നേറ്റാലും ഗ്ലാസ് വിടൂല, ഗ്ലാസ് പിടിച്ചിരിക്കും. ഈ ഗ്ലാസ് വിടണമെങ്കിൽ എങ്ങനെയാ ചോദിച്ചാൽ ഈ അകന്ന അസ്ഥി ഈ മാംസം ഉള്ളിലേക്ക് വലിച്ചെടുക്കും. അത് മാത്രമല്ല, നീർക്കെട്ടുണ്ടെങ്കിൽ നീർക്കെട്ടോ അല്ലെങ്കിൽ ബ്ലഡോ ഉള്ളംകാലിന് മുതൽ ഇവിടെ വരെയുള്ള ഒക്കെ വലിച്ചു കയറ്റും ഉള്ളിലേക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കാലിന്റെ ഈ പുറവശത്തുള്ള കുഴിയിൽ അമർത്തി കന്ന് കിടക്കുകയാണല്ലോ ആള്. അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ട് അമർത്തിയിട്ട് കാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാകുമ്പോ ഈ അസ്ഥി അടുക്കാനുള്ള ഞരമ്പുകൾ മാറിക്കിടക്കുകയാണെങ്കിൽ ഞരമ്പ് ശരിയാവും. ചിലപ്പോ ഈ നട്ടലിന്റെ ഉള്ളിലേക്ക് ഞരമ്പ് വെട്ട് കഴിഞ്ഞാണെങ്കിൽ ശരി, ഞരമ്പ് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരും. അപ്പൊ അങ്ങനെയുള്ള ഈ അസ്ഥിക്കകത്ത് വരുന്ന ഞരമ്പുകൾ വരെ അത് പുറത്തേക്ക് വരും ചെയ്യും. ഈ 2 വിരലും അതുപോലെ കൈയിന്റെയും പിടിക്കും. കൈയിന്റെ ഈ കുഴിയിൽ പിടിച്ചിട്ട് ഇവിടെയും പിടിച്ചിട്ട് ഇങ്ങനെ കറക്കി ശരിയാക്കിയിട്ട് ഈ ഞൊട്ട വലിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ അയാളുടെ നടുവേദനയും മാറും, കാൽവേദനയും കൈവേദനയും എന്തുണ്ടെങ്കിൽ പഴയതുപോലെ തന്നെ. അപ്പൊ അത് നമ്മളെ കാണിക്കും. അതിങ്ങനെ കറക്കിയിട്ടോ കാല് പൊക്കിയിട്ടോ കൈ പൊക്കിയിട്ടോ ഒക്കെ നോക്കിയാൽ അയാൾക്ക് കുഴപ്പം. കുനിഞ്ഞു നോക്കും, നിവർന്ന് നോക്കും, വെയിറ്റ് എടുത്ത് നോക്കും. അപ്പൊ യാതൊരു കുഴപ്പം. ക്ലിയർ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഇതുപോലത്തെയുള്ള ചികിത്സാ രീതിയാണ്. അതുപോലെ തന്നെ ബൈക്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ നടു ഒരു മിന്നൽ പോലെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അതും ഇതുപോലെ തന്നെ ചെയ്യാം. എല്ലാറ്റിനും ഇതാണ്. അസ്ഥി അകന്നോടത്തൊക്കെ നമ്മൾ അടുപ്പിക്കാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ നടുവേദന, ചില ഓപ്പറേഷനൊക്കെ കഴിഞ്ഞവർക്ക് നടുവേദന ഉണ്ടാവും സ്ഥിരമായിട്ട് സ്ത്രീകൾക്ക്. ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ആ നടുവേദന മാറിക്കിട്ടും. അപ്പൊ ഇതാണ് ട്രീറ്റ്മെന്റ്. ഇതൊരു നിസ്സാര ട്രീറ്റ്മെന്റ് ആണ്, ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, ഒരാളെ സഹായം ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ഞാനിപ്പോ സാധാരണയായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് പഠിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു വയനാട്ടില്. എന്റെ സ്വദേശം വയനാടായിരുന്നു. അവിടെ ഒരു വൈദ്യരുണ്ടായിരുന്നു.
അങ്ങേർക്ക് തെക്കൻ കളരി, വടക്കൻ കളരി, പറയൻ കളരി, ഈ ലാട ചികിത്സ, ഇങ്ങനെയുള്ളതൊക്കെ എല്ലാ ചികിത്സയും അങ്ങേർക്ക് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങേർക്ക് ഈ ഒറ്റമൂലിയൊക്കെ ഉണ്ടാവും. കളരി ഉണ്ടായിരുന്നു പഠിപ്പിക്കുന്നത്. അപ്പൊ അത് കാരണം അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിലാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. അതുപോലെ ഒറ്റമൂലിയൊക്കെ പിന്നെ ഉണ്ടായില്ലേ? അതുപോലെ തന്നെ വയനാട്ടിലെ ആദിവാസികൾ ഇങ്ങനെ ഒറ്റമൂലികൾ ചെയ്യായിരുന്നു. ഓ, ഇങ്ങനെ കാല് ഒടിഞ്ഞോ കൈ ഒടിഞ്ഞതോ ഒക്കെ വെച്ച് കെട്ടുന്ന പച്ചമരുന്ന് വെച്ചിട്ട്, പച്ചമരുന്ന്. ഒറ്റമൂലി വെച്ചിട്ട്. അത് എവിടുന്ന് മരുന്ന് സംഘടിപ്പിക്കുക? അത് മരുന്ന് എന്ന് വെച്ചാൽ കാട്ടുകളിൽ പോയിട്ട് അവിടെ കാടുകളിലോ അല്ലെങ്കിൽ ഈ പാറയുള്ള സ്ഥലത്ത് ഈ മരുന്നുണ്ട്. അതിന്റെ പേര് ചീപ്പന്നൽ എന്നാണ് അതിന്റെ പേര്. ചീപ്പന്നൽ. അത് എത്ര തരം കൂട്ടുമരുന്നുണ്ടാവും? ഒറ്റ മരുന്നേ ഉള്ളൂ ഒരു അത്. തരം. ആ ചീപ്പന്നലിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, പച്ചമഞ്ഞള്, ഒരു മഞ്ഞളും കോഴിമുട്ടേന്റെ വെള്ളയും പച്ചമഞ്ഞളും കൂടിയിട്ട് കൂട്ടി അരച്ചിട്ട്, ഇത് മൂന്നും കൂടി അരച്ചിട്ട് കെട്ടിയിട്ട് ഓയിൽ തുണി, കോട്ടൺ തുണി ആകുമ്പോൾ ആ നീര് കംപ്ലീറ്റ് അത് വലിച്ചെടുക്കും. ഇപ്പൊ ഡബിൾ മുണ്ടൊക്കെ ആണെങ്കിൽ ആ ഡബിൾ മുണ്ട് ഇങ്ങനെ ഓയിലല്ലേ, അത് വെച്ചിട്ട് ചുറ്റിയിട്ട് കെട്ടി കഴിഞ്ഞാൽ ഈ കമ്പ് വേണമെങ്കിൽ അത് വളഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാ വെക്കുന്ന വെച്ചാൽ അങ്ങനെ ഒട്ടിപ്പോകും. അപ്പൊ അതിന് തെങ്ങിന്റെ വഴിയോ അല്ലെങ്കിൽ മുള ഈറേന്റെ ടീച്ചർ നമ്മൾ ഇത് കരുതി കൂട്ടി അവിടെ വെച്ച് അതിന് കൂടെ ചേർത്ത് കെട്ടണം. എത്ര ദിവസം? അത് 2 or 3 ദിവസം ഇന്ന് കെട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം അഴിച്ച് കെട്ടും. പക്ഷെ നനയാൻ പാടില്ല. അതിന് കുളിക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും വെച്ച് മറിച്ചിട്ട് വേണം നമ്മൾ കുളിക്കാൻ. അത് പിറ്റേ ദിവസം ഇതുപോലെ കോഴിമുട്ട വെള്ളം അതിൽ ചേർത്തിട്ട് വീണ്ടും അതന്നെ ആവർത്തിക്കും. നമുക്ക് അതിന്റെ ഒരു ചിത്രം ആള് കാണിച്ചു തരൂട്ടാ മൊബൈലില്. പലർക്കും ഇത് അറിയില്ല. ഇതിന്റെ പേരെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഈ ചിലർ ചാവ എന്ന് പറയും, ചിലർ ചീപ്പന്നൽ എന്നാണ് ഞങ്ങളൊക്കെ സാധാരണ പറയുന്നത്. അതിന്റെ ചിത്രമാണ് ഇത്. ഇതാണ് അതിന്റെ ചിത്രം. മുറിഞ്ഞാല് അസ്ഥി കൂടുന്ന, ഇതിനിപ്പോ എന്താ പേരൊന്നും അറിയില്ല. ചീപ്പന്നൽ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ചാവ എന്നൊക്കെ പറയുന്നതാണ് തൃശ്ശൂർക്കാര്. ചാവ. ചാവ. ഇത് മഞ്ഞളും പച്ചമഞ്ഞളും കോഴിമുട്ടന്റെ വെള്ളയും കൂടിയിട്ട് അരച്ചിട്ട് നന്നായിട്ട് സമൂലം മുഴുവനായിട്ട് സമൂലം അരച്ച് അതിന്റെ നാരൊക്കെ കളഞ്ഞ് ഓയിൽ തുണിയിലാല് ഏത് അസ്ഥിയും 48 മണിക്കൂർ കൊണ്ട് ജോയിന്റ് ആവും. അത്ര ഉറപ്പാണ്. ഈ ക്രാക്കൊക്കെ വന്നു കഴിഞ്ഞാലും അപ്പൊ അങ്ങനെ തന്നെ ആൾക്കിത് അത് പിടിച്ച് നമ്മൾ കൈ എങ്ങനെയാണ് വെച്ച് കെട്ടേണ്ടവരാണെങ്കിൽ കെട്ടണം. എങ്ങനെയാണ് പിടിപ്പിക്കുന്ന വെച്ചാൽ അങ്ങനെ തന്നെ ഉറച്ചു പോകുന്നത്. അസ്ഥി നേരെ ലെവലിന് പിടിക്കണം നമ്മള്. എന്നിട്ട് അതുപോലെ തന്നെ അതിന് സപ്പോർട്ട് വെച്ചിട്ട് അടിയിലും മുകളിലും കെട്ടേണ്ടി വരും. അടിയിലും മുകളിലും തെങ്ങിന്റെ വഴികയോ അല്ലെങ്കിൽ പട്ടിലുകള്, പട്ടിലിന്റെ അരങ്ങോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മള് നൈസായിട്ടുള്ളത് വെച്ചിട്ട് നമ്മൾ കെട്ടണം. കെട്ടി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ വെള്ളം നനയ്ക്കാൻ പാടില്ല 2-3 ദിവസത്തേക്ക്. 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ രണ്ടാമത് അതില് ഈ നമുക്ക് കോഴിമുട്ടന്റെ വെള്ളം കിട്ടാതെ അവസരങ്ങളാണെങ്കിൽ പെട്ടെന്ന് ഓടിയാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ നമുക്ക് ചേർത്തിട്ട് കെട്ടാം. അതില് കുഴമ്പ് പോലെ ആക്കിയിട്ട് നമുക്ക് കെട്ടാം. അപ്പോൾ ശരിക്കും ഉള്ളിലേക്ക് പിടിക്കും അത്. അപ്പൊ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് വെക്കുന്നത് വെച്ചാൽ അങ്ങനെ ഉറച്ചു കിട്ടും. ഇത് അവിടെ ആദിവാസികള് സാധാരണ അവിടെ ചെയ്യുന്നുണ്ട്. ആദിവാസി ചികിത്സയാണിത്. അവിടെ മാവ് ചോട്ടിൽ എന്ന് പറഞ്ഞാൽ അവര് ആദിവാസികൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വയനാട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ചെടി ഇതാണ് ഇതിന്റെ പേര്. പിന്നെ നമുക്ക് ഈ മഞ്ഞപ്പിത്തം വരുന്നുണ്ട് പലർക്കും. മഞ്ഞപ്പിത്തത്തിനും നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട്. അതായത് ബ്ലഡില്, ഒന്നാമത് ബ്ലഡില് ഉണ്ടാവുന്ന മഞ്ഞപ്പിത്തം, രണ്ടാമത് അസ്ഥിക്കകത്ത് ഉണ്ടാവുന്നത്, മൂന്നാമത് സാധാരണ ഉണ്ടാവുന്ന മഞ്ഞപ്പിത്തം. അത് ചിലർക്കൊക്കെ കൂടുതലായിട്ട് ഈ മുഖത്തൊക്കെ നീര് വരുന്ന ഏറ്റവും കടുത്ത രൂപത്തിലുള്ള മഞ്ഞപ്പിത്തം ഉണ്ട്. അപ്പൊ അതിന് 2-3 മരുന്നുകളാണ് സാധാരണ ഉപയോഗിക്കാറ്. 5 തരം മഞ്ഞപ്പിത്തത്തിന് ഒറ്റ മരുന്ന് അല്ല, വേറെ വേറെ മരുന്നുകളാണ്. അതായത് ഈ ബ്ലഡില് നമ്മളിത് കുടുങ്ങി കഴിഞ്ഞാൽ ഒറ്റമൂലിയല്ല നമ്മൾ ഉപയോഗിക്കുക. സാധാരണ ഈ ആവണക്കിന്റെ തളിരല ആവണക്കിന്റെ ഇല, തളിരല എന്ന് വെച്ചാൽ ഏറ്റവും മുകളിലുള്ള തളിർത്ത് നിൽക്കുന്നത്. പക്ഷെ അതിന്റെ കായ ചിലപ്പോൾ പൂത്ത സമയത്ത് കായ ഉണ്ടെങ്കിൽ കട്ടുണ്ടാവും. കായ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇലേന്റെ മാത്രം നുള്ളി എടുക്കുക. നുള്ളി എടുത്തിട്ട് അതില് ജീരകം, നല്ല ജീരകം പൊടിച്ചിട്ട് അരച്ച് ഇതിനോട് കൂടി ചേർത്തിട്ട് അത് അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് ഒരു നെല്ലിക്കേന്റെ പരുവത്തിനോ, ചെറിയ നെല്ലിക്കേന്റെയോ വലിയ നെല്ലിക്കേന്റെയോ, നല്ല ആരോഗ്യമുള്ള ആളാണെങ്കിൽ വലിയ നെല്ലിക്കേന്റെ ഇതിൽ അരച്ച്
വെള്ളം ചേർക്കാത്ത പാല്. വെള്ളം പിന്നെ ഈ അരയ്ക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അത് നനഞ്ഞ് വെള്ളമൊന്നും തൊടാൻ പാടില്ല. അപ്പൊ അത് കാരണം നമ്മളത് മൂടി വെക്കണം. കഴുകി തലേദിവസം തന്നെ കഴുകി ഇതാക്കി ഈ മരുന്ന് പ്ലാസ്റ്റിക് കവറിലെന്താക്കി ഫ്രിഡ്ജിലോ എവിടെയെങ്കിലും നമ്മൾ സൂക്ഷിക്കണം. എന്നിട്ട് രാവിലെ നമ്മൾ എടുത്തിട്ട് ഈ അളവ് അനുസരിച്ചിട്ട് ഉരുട്ടി എടുത്ത് 1/4 ഗ്ലാസ് പാല്, ശുദ്ധമായ പാല്, വെള്ളം ചേർക്കാത്ത പാലില് കലക്കിയിട്ട് അവർക്ക് കുടിക്കാൻ കൊടുത്തു കഴിയണം. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം നമുക്ക് സാധാരണ കഴിക്കുന്ന ഭക്ഷണം ഇഡ്ഡലിയോ കഞ്ഞിയോ ഈ ഒറ്റമൂലം ഒറ്റ പ്രാവശ്യം കൊടുത്താൽ മതി. പക്ഷേ ചിലർക്ക് 1 പ്രാവശ്യം കൊടുത്താൽ ഈ കാരണം വെച്ചാൽ ഈ മദ്യപന്മാർക്ക് ഇങ്ങനെയുള്ളവർക്കൊക്കെ 1 പ്രാവശ്യം കഴിച്ചതുകൊണ്ട് അത് അവരുടെ ആ മദ്യത്തിന്റെ ഇത് മാറുകയുള്ളൂ. അപ്പൊ ആ ശരീരത്തിൽ പിടിക്കാത്തത് കൊണ്ട് നമ്മൾ പിറ്റേ ഒരാഴ്ചയോ അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും കൊടുക്കേണ്ടി വരും ചില ആളുകൾക്ക്, വ്യക്തികൾക്ക്. അപ്പൊ ഇതിൽ പഥ്യമുണ്ട്. കൂണ് കഴിക്കാൻ പാടില്ല, കഴിക്കുന്ന ദിവസം കുളിക്കാൻ പാടില്ല, തലയിൽ എണ്ണ തേക്കാൻ പാടില്ല, ഇറച്ചി, മീന്, എരിവ്, പുളി ഇങ്ങനെയുള്ളതൊക്കെ കുറച്ച് ഒഴിവാക്കുന്നത് നല്ലതാണ്. പിന്നെ മദ്യം കുടിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് കഴിച്ചിട്ട് 1 മണിക്കൂറിന് ശേഷം നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം, ധാരാളം വെള്ളം കുടിക്കണം. അതെന്തിനത്? അത് വെച്ചാല് ഇത് ഉരുകിയിട്ട് വരുമ്പോ ഇത് മൂത്രത്തിൽ കൂടെ പുറത്തു പോകാനാണ്. അതിനനുസരിച്ച് ഈ മഞ്ഞപ്പിത്തത്തിന്റെ അംശം അത് പുറത്തേക്ക് കളയണം. വേസ്റ്റ് ഉള്ള കാര്യങ്ങൾ ശരീരത്തിന്, നമ്മളിപ്പോ ഒരു കാറൊക്കെ അടിച്ച് കഴുകുന്നത് പോലെ നമ്മുടെ ശരീരം മുഴുവൻ കഴുകിയിട്ട് അതിന്റെ വേസ്റ്റ് ആയിട്ട് ഈ വെള്ളത്തിൽ കൂടെ. അപ്പം എപ്പോഴും നമ്മൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ മൂത്രമായിട്ട് പോകും. അപ്പൊ പിന്നെ നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കണം. പിറ്റേ ദിവസം രാവിലെ മാത്രമേ നമ്മൾ കുളിക്കാൻ പാടുള്ളൂ. അപ്പം നല്ല സ്ഥലം തണുക്കാൻ പാകത്തിന് ധാരാളം വെള്ളം കോരി ഒഴിച്ചിട്ട് നമ്മൾ തണുത്ത വെള്ളം കൊണ്ട് കുളിക്കണം പിറ്റേ ദിവസം രാവിലെ. അന്ന് കുളിക്കാൻ പാടില്ല. പിറ്റേ ദിവസം നമ്മൾ നന്നായിട്ട് കുളിക്കണം. കുളിച്ച് കഴിയുമ്പോൾ നമുക്ക് ആരോഗ്യം നല്ല, മഞ്ഞപ്പിത്തമുള്ള ആളായാലും ശരി, ഈ ലിവറിന്റെ ഇതൊക്കെ ആണെങ്കിലും ഒക്കെ മാറി കിട്ടും. ഒരു കാര്യം, ഇപ്പൊ 5 തരം മഞ്ഞപ്പിത്തം ഉണ്ടെന്ന് പറഞ്ഞാൽ അതെങ്ങനെ തിരിച്ചറിയാം? തിരിച്ചറിയുമ്പോ അതിനൊക്കെ ടെസ്റ്റ് ഉണ്ട്. ഇപ്പോ ആശുപത്രിയിൽ പോയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ അവർ എഴുതി തരും. ഇത്ര ശതമാനം ഉണ്ട്, ഇതിന്റെ പോയിന്റ് എഴുതി തരും. അതിന്റെ അളവിനനുസരിച്ചിട്ടാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നതിന്റെ ഡോസേജും അങ്ങനെ തന്നെ കൂട്ടിയിട്ട് വേണം നമ്മൾ കൂട്ടിയും കുറച്ചും കൊടുക്കാൻ പറ്റും. പ്രായം ചെന്നവർക്ക് കൊടുക്കുമ്പോ നമ്മൾ അത് വളരെ കുറച്ചേ കൊടുക്കുള്ളൂ. നമ്മൾ ഉദ്ദേശിച്ചേക്കാളും കുറച്ച് മരുന്നുകൾ കൊടുത്തിട്ട് 2-3 ദിവസം നേരായിട്ട് നമ്മൾ 2-3 ദിവസം ഇടവിട്ടിട്ട് കൊടുക്കും പ്രായം ചെന്നവർക്ക്. അങ്ങനെയാണ് ഈ മഞ്ഞപ്പിത്തത്തിന് മരുന്ന് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് നല്ലൊരു അറിവാണ് കേട്ടാ. കാരണം മഞ്ഞപ്പിത്തത്തിന് ഈ രീതിയിൽ ആള് പറഞ്ഞ രീതിയിൽ ചെയ്യാച്ചിങ്ങ ഇതാരും പബ്ലിഷ് ചെയ്യാത്ത. കാരണം ഒരു മഞ്ഞപ്പിത്തത്തിന് ഒറ്റമൂലി കൊടുക്കുന്നവര് ഇതുപോലെ ഈ മരുന്ന് എന്താണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പൊ ചേട്ടനാണ് നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്താൽ മാറുന്നുള്ള, അവര് കൊടുക്കണ മരുന്ന് എന്താണെന്നുള്ളതും പറഞ്ഞു തരുന്നത്. ഇത് നല്ലൊരു ടിപ്സാണ്. എല്ലാവരും ഇനി വേറെ മരുന്നുകളും പറഞ്ഞുതരാം. അതായത് രണ്ടാമത് വെച്ചാല് അസ്ഥിക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അസ്ഥിയിലുണ്ടാവുന്ന കരിനെച്ചി എന്ന് പറഞ്ഞ ഒരു മരമുണ്ട്. അതിന്റെ ഇല അടിയിൽ ലിവറിന്റെ കളറും മുകളിൽ പച്ച കളറായിട്ടുണ്ടാവുന്ന, ചിലർ രണ്ടും ഒരേപോലെയുള്ള കളർ ഉണ്ടാവുന്ന 2-3 സൈസ് ഉണ്ട്. വെള്ള കരിനെച്ചി, ചുവന്ന കരിനെച്ചി, അങ്ങനെ പലതുണ്ട്. കരിനെച്ചിന്റെ ഇലയും ഈ ജീരകവും കൂടിയിട്ട് അരച്ചിട്ട് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ അസ്ഥിക്ക് അത് മാറും. ചിലർ അതിന്റെ കൂടെ തന്നെ ഇത് 3ഉം ഉള്ളവരുണ്ടാവും. ചിലപ്പം മുഖത്തൊക്കെ നീര് വന്നിട്ട് ഉള്ളവർക്ക് മൈലാജിന്റെ 4-5 ഇലയും കൂടി ചേർത്തിട്ട് ഇതിൽ തന്നെ ഇത് 3ഉം കൂടി ചേർത്തിട്ട് കൊടുക്കുന്ന വൈദ്യന്മാരും ഉണ്ട്. എങ്ങനെയായാലും മഞ്ഞപ്പിത്തത്തിന്റെ എല്ലാ അവസ്ഥകളിലുള്ളത് മാറി കഴിഞ്ഞാൽ മൊത്തം കൊടുത്തു കഴിഞ്ഞാൽ പക്ഷേ വെള്ളം കുടിക്കുന്ന 3 ദിവസം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക തന്നെ വേണം. ആദ്യത്തെ ദിവസത്തിന്റെ ധാരാളം കുടിക്കണം. 2-ാമത്തെ ദിവസം കുറച്ച് കുറയ്ക്കാം, അളവ് കുറയ്ക്കാം. ഒരു 2 ലിറ്ററെങ്കിലും 3-ാം ദിവസം കുടിച്ചിരിക്കണം. കുടിച്ചു കഴിഞ്ഞാൽ മൂത്രത്തിൽ കൂടെ അടിച്ച് കഴുകുന്ന പോലെ ശരീരം മുഴുവൻ അടിച്ച് കളഞ്ഞ് പല രോഗങ്ങളും ഒക്കെ മാറും. നമ്മളെ ശരീരത്തിലുള്ള എല്ലാ വേസ്റ്റുകളും ആ വെള്ളത്തിൽ കൂടെ പോകും. ഇതൊക്കെയാണ് സാധാരണ ചെയ്യാറ്. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ജനങ്ങൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടിഞ്ഞിക്ക് നമ്മൾ സാധാരണ എന്താണ് കൊടിഞ്ഞി എന്ന് പറഞ്ഞാല് തല ഇങ്ങനെ വെട്ടിപ്പൊളിഞ്ഞ പോലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ചെന്നിക്കുത്ത്. ചെന്നിക്കുത്ത് എന്നല്ല, കൊടിഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈഗ്രെയിൻ.
ഈ മൈഗ്രെയിന് ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ഈ പെരുവിൻ്റെ ശരീരം എടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അതിനേക്കാളും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളത് പുത്തിരിച്ചുണ്ട എന്ന് പറഞ്ഞ ഒരു ചെടിയുണ്ട്. പുത്തിരിച്ചുണ്ടേൻ്റെ തളിരലോ അല്ലെങ്കിൽ ഇലയോ പറിച്ചിട്ട് അതിൻ്റെ മുള്ള് നമ്മൾ അടിച്ച് കളയണം. ഈ കത്രിക എന്തെങ്കിലും വെച്ചിട്ട് കത്തി വെച്ചിട്ട് ബ്ലേഡ് വെച്ചിട്ട് മുറിച്ച് കളയും. എന്നിട്ട് ആ ഇല മാത്രം എടുത്തിട്ട് ഇടികല്ലിലിട്ട് ഇടിച്ചിട്ട് അതൊരു ചെറിയ ഒരു കോട്ടൺ തുണിയിലാക്കി നമ്മൾ ഉരുട്ടി അതിന് കെട്ടി വെച്ചതിന് ശേഷം അത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അതിൻ്റെ 5 മിനിറ്റ് മുമ്പായ പുറകെ ആയ കുഴപ്പമില്ല. ആ സമയത്ത് പോയിട്ട് നമ്മൾ തലയുടെ നിറയൽ 3 തുള്ളി ഉറ്റിക്കുക. പെരുവിരലിൻ്റെയും ഇതിന് കൂടുന്ന ജോയിന്റ് പെരുവിരലിൻ്റെ അവിടെയും ഓരോ തുള്ളി ഇത് ഉറ്റിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് പോകുമ്പോഴും സംസാരിക്കാൻ പാടില്ല, വരുമ്പോഴും സംസാരിക്കാം. തലയാട്ടി വെച്ചിരിക്കുകയൊക്കെ ചെയ്യാം, സംസാരിക്കാൻ പാടില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തിരിച്ച് വീട്ടിൽ വന്ന് വാതിൽ അടച്ചതിൻ്റെ ശേഷമേ നമുക്ക് സംസാരിക്കാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്താൽ കൊടിഞ്ഞ് മാറുന്നതാണ്. അതിനൊരു വേറൊരു വശം കൂടി ഉണ്ടല്ലേ? അതിന് ഇങ്ങനെയാണ്. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് സാധാരണ അങ്ങനെ എല്ലാവരും ചെയ്യുന്നത് അങ്ങനെയാണ്. പിന്നെ വേറെ മരുന്നുകൾ ഉപയോഗിക്കുന്ന വൈദ്യന്മാരും ഉണ്ട്. വേറെ മരുന്നുകൾ ആദിവാസികൾ പലരും പല മരുന്നുകളാണ് ഉപയോഗിക്കാറ്. പക്ഷെ നമ്മൾ ഇതാണ് ചെയ്തു കഴിഞ്ഞാൽ അത് ഫലപ്രദമാണ് നമ്മൾ ചെയ്ത് ഇട്ടിട്ട്. പിന്നെ ഇയർ ബാലൻസിന് നമ്മൾ ഉപയോഗിക്കുന്ന മുരൾ എന്ന് പറഞ്ഞൊരു ചെടിയാണ്. അതിന്റെ ചിത്രം മുരളിന്റെ ചിത്രം ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ പേര് മുരളാണ്. ഇത് ഇയർ ബാലൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പീസ് മുറിച്ചെടുത്തിട്ട് ചെറിയ സ്പൂണിലോ തവിയിലോ എന്ന് വെച്ചിട്ട് സ്റ്റൗവിൽ സിമ്മിലിട്ട് ചൂടാക്കുമ്പോൾ ഇത് പിഴിയുമ്പോൾ നീര് വരും. ഇതിൻ്റെ ഉള്ളിൽ നീര് വരും. ഇത് എടുത്തിട്ട് 3 തുള്ളി വീതം ചെവിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ചെറു ചൂടോടുകൂടി ഒഴിച്ച് 2 ചെവിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇയർ ബാലൻസ് മാറുന്നതാണ്. അതൊക്കെ ചെയ്യാറുണ്ട്. അത് ഞാൻ ചെയ്യാറുണ്ട്. സാധാരണ എല്ലാവർക്കും മാറിയെന്ന് പറഞ്ഞ് വിളിച്ച് പറയാറുണ്ട്. സാധാരണ ഞാൻ ചോദിക്കും. ചിലപ്പോൾ ചിലർക്ക് 1 2 പ്രാവശ്യം ചെയ്യാൻ അവർ ആവശ്യപ്പെടും. അത് വലിയ പ്രശ്നമൊന്നുമില്ല. ഒന്ന് പോയി സാധാരണ ഈ ചെടി എവിടേക്ക് ഉണ്ടാവുക? ഇത് സാധാരണ വനത്തിലുണ്ട്. പിന്നെ നമ്മളെ ഇപ്പൊ ഈ ആയുർവേദ വൈദ്യശാലകളിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ പച്ചമരുന്ന് കടകളിൽ അല്ല, ഈ ഫാമുകളുണ്ട് ഇവിടെ ആയുർവേദ മരുന്നുകൾ കൊടുക്കുന്ന സ്ഥലം. പിന്നെ ഈ ഫോറസ്റ്റിന്റെ യൂണിവേഴ്സിറ്റികളിൽ ഒക്കെ ഈ സാധനം കിട്ടും. അപ്പൊ നമ്മള് മുടി കൊഴിഞ്ഞു പോണതിന് ഒരു നമ്മുടെ ആള് ചെറിയൊരു വിദ്യ പറയണ്ട, അതൊന്നും കേൾക്കാം. ഈ മുടി നമ്മളെ ഇങ്ങനെ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചെയ്യുന്ന ഒരു വള്ളിയുണ്ട്. വയനാട്ടിലൊക്കെ ഈ വാഴേൻ്റെ മുകളിലൊക്കെ കാപ്പിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ പടർന്നു കയറി അതിൻ്റെ കിളികളൊക്കെ അതിൻ്റെ തേൻ കുടിക്കും. നമ്മളതിങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ ചെമ്പരത്തി പോലെ 4 മണി പൂവിൻ്റെ പോലെ ഇരിക്കുന്ന ഒരു വള്ളിയുണ്ട്, പൂ ഉണ്ടാവുന്നത്. അതിൻ്റെ ചിത്രം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മുടി കൊഴിഞ്ഞു പോയാൽ മുടി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ് ഇത്. ഇടിച്ചു പിടിയുക, അതല്ലെങ്കിൽ ഇത് ഉണക്കുക, വെട്ടി നുറുക്കി ഉണക്കി മിക്സിയിൽ പൊടിച്ചിട്ട് ഓരോ ടീസ്പൂൺ വീതം നല്ല വെളിച്ചെണ്ണയിലിട്ട് കാച്ചി എടുത്താൽ. പക്ഷെ വലിയ പാത്രം വേണം. ഇത് പതഞ്ഞു പൊങ്ങി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കിക്കൊണ്ടിരുന്ന് തീ അതിന് നിയന്ത്രിച്ച് സിമ്മിലിട്ടിട്ട് വേണം ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് കാച്ചി എടുത്തു കഴിഞ്ഞാൽ മുടി പോയ മുടിയെല്ലാം കിളുക്കും ചെയ്യും. പിന്നെ വെള്ള കളറുകളൊക്കെ കറുത്ത കളറായി ഉപയോഗിക്കാം. ഇത് കറുത്ത കളറാവും തേച്ചാല്. ചെമ്പ കളറിലിരിക്കുന്ന മുടിയൊക്കെ കറുപ്പാവും. ഈ വള്ളിയും ഇതിന്റെ കൂടെ ഞങ്ങള് സീതാർമുടിയും കേശവർദ്ധിനിയും കൂടിയിട്ട് അതുകൂടി ചേർത്തിട്ട് എണ്ണ കാച്ചുന്നവർ അതുകൂടി ചേർത്ത് കാച്ചി ഉപയോഗിക്കുകയാണെങ്കിൽ മുടി താരം പോവും, മുടി വളരും ചെയ്യും. ഏത് മുട്ടത്തലയിലും മുടി വളരും ചെയ്യും ഈ സാധനം. അപ്പൊ ഇതൊരു ഔഷധമാണ് കേട്ടോ. ഇതൊരു ഔഷധ ചെടിയാണ്. ഇതാണ് ഇതിന്റെ ഇല. ഇത് സാധാരണ എവിടെ ഉണ്ടാവുക? ഇത് സാധാരണ ഈ വയനാട് കാടുകളിലൊക്കെ എല്ലാ പറമ്പുകളിലും വാഴേന്റെ മുകളിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. അടയ്ക്കാൻ മരത്തിന്റെ മുകളിൽ ഉണ്ടാവും. തൃശ്ശൂർ കണ്ടിട്ടില്ല. അതോ ശ്രദ്ധയിൽപ്പെട്ട? തൃശ്ശൂരുണ്ട്. ഇത് തൃശ്ശൂരിന് പറിച്ചതാ. അതെ, ഇത് ഞാൻ മാതാമംഗലം പോയിട്ട് ഇന്ന് പറിച്ചു കൊണ്ടുവന്ന. അത് കാട് ഏരിയ ആയിട്ടുള്ള. പിന്നെ ഈ കുതിരാനിലുണ്ട്. വന ഏരിയയിൽ ഇത് ധാരാളമായിട്ട് കാണാം. ഇതിന്റെ കായ മല്ലിന്റെ പോലെയാണ്. മല്ലിച്ചെടി. ഇതിന്റെ വിത്താണ് ഈ കാണുന്നത്. ഇത് മല്ലി പോലെ ഇരിക്കുന്നതാണ്. ഇത് ഇട്ടേ ധാരാളം മുളച്ചുണ്ടാവും ചെയ്യും. പൂച്ചെടിക്ക് പകരമായിട്ട് നമ്മൾ മതിലിലൊക്കെ വെച്ച് പിടിപ്പിക്കുകയും ചെയ്യും. അത് ചെയ്യാം. ഇതിന്റെ ഇല എല്ലാവരും കൊണ്ടുപോയിട്ട് ജ്യൂസ് അടിച്ചിട്ട് എണ്ണ കാച്ചി തലത്തേക്ക് മുടി വളരാനുള്ളവരൊക്കെ. അപ്പൊ അതൊരു ഒറ്റമൂലിയാട്ടാ.
വേറൊരു ഔഷധാട്ട ഔഷധം കൂടിയാണ്. ഊറാമ്പുലി അതുപോലെയുള്ള ഇത് കടിച്ചു കഴിഞ്ഞാൽ ഇതും പച്ചമഞ്ഞളും കൂടിയിട്ട് പാലിൽ കലക്കി കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിരലൊക്കെ ഇങ്ങനെ കോച്ചി പോവുക. അപ്പം വാദം കൊണ്ടാന്ന് വിചാരിച്ചിട്ട് പലരും അത് അറിയാതിരിക്കുകയാണ്. അപ്പം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഊറാമ്പിൽ കാലപ്പഴക്കം ചെന്ന് കഴിഞ്ഞാൽ 5-8 കൊല്ലം കഴിയുമ്പോൾ കാലിലെ വിരലൊക്കെ ഇങ്ങനെ കോച്ചി ഇങ്ങനെ ഊറാമ്പുലി കടിച്ച അങ്ങനെ സംഭവിക്കും. അങ്ങനെ സംഭവിക്കും. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ ഇത് ചെയ്യും. ഇതല്ലെങ്കിൽ നാടൻ ഞണ്ട് ഇടിച്ച് സല്ലി പൊടിച്ചിട്ട് അതിൽ നീരെടുത്ത് കുടിച്ചാലും മാറും. പഴക്കം ചെന്ന് കഴിഞ്ഞാൽ ഇതിൽ പച്ചമഞ്ഞളും കൂടിയിട്ട് അരച്ച് പാലിൽ കലക്കി കുടിച്ചാൽ ഊറാമ്പിൽ വിഷം മാറുന്നതാണ്. അതുപോലെ ഊറാമ്പുലി കടിച്ച ചിലർക്ക് പഴുക്കില്ലേ? പഴുക്കുന്നതിന് അപ്പൊ തന്നെ അപ്പൊ തന്നെ പഴുക്കും. അതിൽ ഇത് അരച്ച് തേക്കാം. ഈ അരച്ചിട്ട് തേക്കും ചെയ്യാം, കുഴമ്പ് പോലെ തേക്കും ചെയ്യാം. അത് ഞാൻ കേട്ടിട്ടുണ്ട്, ചോദിച്ചത്. ഇതിന് 2-3 മരുന്നുണ്ട്. ഇത് കീരിക്കിഴങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ മാറും. പിന്നെ ഞണ്ട്, നാടൻ ഞണ്ട് അകത്തേക്ക് കഴിച്ചാലും ഇടിച്ചു പിഴിഞ്ഞ് കുടിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും ഈ ഊറാമ്പലിന്റെ വിഷം, എട്ടുകാലിന്റെ വിഷമൊക്കെ മാറും. അതാണ് ഒരു പുലിയാട്ടാ. നമ്മൾ വിചാരിച്ച മുതലല്ല. എല്ലാതും അദ്ദേഹത്തിന് സമർത്ഥമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിവുണ്ട്. പക്ഷെ ആളൊരു വൈദ്യനാകണ്ടായിരുന്നു. പക്ഷെ ആൾക്കൊരു ഭാഗ്യമില്ലാണ്ടായി. പിന്നെ വീട്ടിലിപ്പോ വല്ല ചികിത്സ വല്ല കാര്യങ്ങളുണ്ടാ? വീട്ടില് പലരും ഇങ്ങനെ വീടിന്റെ അകത്ത് വീഴുകയെ എന്തെങ്കിലും അസ്ഥി പൊട്ടുക എന്തെങ്കിലും ഒക്കെ ചെയ്താൽ ഓടി വരും അവര്. എന്നിട്ട് പിന്നെ കാല് തിരിഞ്ഞു പോവുകയാണെങ്കിൽ പിടിച്ചിടാനും പിന്നെ കിഴി വെക്കാനൊക്കെ വേണ്ടിയിട്ട് ചിലർ വരും. കിഴി വെച്ച് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ തടവാൻ വേണ്ടിയിട്ട് ആളുകൾ വരും. അങ്ങനെ തടവി കൊടുക്കാനും ഒക്കെ ആയിട്ട്. അപ്പൊ എന്തുകൊണ്ട് പിന്നെ ഇതിലേക്ക് മുഴുകാട്ട് പിന്നെ വേറെ മുഴുകാതെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ വൈദ്യം പഠിച്ചെങ്കിലും ഞാൻ വൈദ്യരല്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യാറില്ലായിരുന്നു. പ്രായം ചെന്നപ്പോ എനിക്ക് തോന്നി വെറുതെ ഇരിക്കും. കൊറോണയൊക്കെ വന്നപ്പോ നമ്മളിതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ ചികിത്സ ഈ ഉഴിച്ചിലുകാർ ഇവിടെ ചെയ്യുന്നത് വെറുതെ തിരുമ്മി വിടുകയാണ്. അപ്പൊ നമുക്ക് മർമ്മം പിടിച്ചിട്ട് കൈപൊക്കാനും ഇത് ചെയ്യാൻ നമുക്കറിയാം. അപ്പൊ എന്തിനാ ഇപ്പൊ ചെയ്യാതിരിക്കുന്നത് വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. ഇപ്പൊ അതൊരു സജീവമായി. ഇപ്പൊ സജീവമായിട്ട് ഇപ്പൊ ോടുകൂടി ആൾക്കാർ കണ്ടമാനം വിളിക്കാൻ തുടങ്ങി, അറിയാൻ തുടങ്ങി, ഓരോരുത്തർ വരാൻ തുടങ്ങി. വീട്ടിലേക്ക് വരും, അല്ലെങ്കിൽ എന്നെ വിളിച്ചു പറയും, വരാൻ പറയും. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ എപ്പോഴും വരാറുണ്ട്. എന്റെ ഫോൺ നമ്പർ അറിയുന്നവർ വിളിച്ചു പറയും, ചിലർ വരും. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ചെയ്യും. അപ്പൊ പിന്നെ ഞാൻ ഈ വൈദ്യന്മാരൊക്കെ ആയിട്ട് വളരെ അടുപ്പത്തിലാണ്. അപ്പൊ അവര് അവിടുന്ന് പറഞ്ഞയക്കും ഇങ്ങോട്ട്. ഇപ്പൊ കല്ലൂരൊക്കെ ആണെങ്കിൽ വിഷവൈദ്യന്മാരുണ്ട്. അവിടെ ചെന്ന് പറയും ഇന്ന വൈദ്യരെ കണ്ടാൽ മതി, അതൊന്ന് പിടിപ്പിച്ച് വിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങോട്ട് ആളെ പറഞ്ഞു വിടും. അങ്ങനെ വൈദ്യന്മാര് ഞങ്ങള് ഒരു കൂട്ടായ്മയുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ പലരും ഇത് അന്വേഷിച്ച് വരികയും ഇതൊക്കെ ചെയ്തു കൊടുക്കും പതിവാണ്. പിന്നെ ഭാര്യയ്ക്കിനെ പറ്റി വല്ല അറിവുണ്ടോ? ഭാര്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ കാച്ചുമ്പോഴൊക്കെ ഭാര്യയാണ് എണ്ണ കാച്ചല്. പിന്നെ മരുന്ന് കൊടുക്കുമ്പോ ഒക്കെ ഭാര്യയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതൊക്കെ ഭാര്യയാണ് എന്നെ സഹായിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അതിനെ അറിയാം. പിന്നെ ഈ മരുന്ന് പറിക്കാൻ പോകുമ്പോ അവര് പോകുമ്പോ റോഡ് സൈഡിൽ നിന്നൊക്കെ മരുന്ന് പറിക്കാനൊക്കെ അറിയാം. അറിയണമല്ലോ. ഈ ആവണക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോ അതിന്റെ ചുവന്ന കളറിലുണ്ട്, അത് ഭയങ്കര പോയിസനാണ്. പച്ച കളർ വേണം. ആവണക്ക് 2-3 സൈസ് ഉണ്ട്. അത് ഈ ചോര കളറുള്ളത് വിഷമുള്ളതാണ്. അതിന്റെ തളിരോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ പച്ച കളറുള്ളതിന്റെ തന്നെ ഈ റോഡ് സൈഡിലൊക്കെ ധാരാളം കാണുന്നത്. അതുമല്ല നമ്മള് മറ്റേ ചേമല് എന്ന് പറയും, ചുണങ്ങിന് ഉപയോഗിക്കുന്ന ആറ്റുതകര ഇടിച്ചു പിഴിഞ്ഞ് നീര് തേച്ച് കഴിഞ്ഞാൽ മഞ്ഞളും കൂടി ചേർത്തിട്ട് വെയിൽ ഉദിക്കുന്നതിന് മുമ്പ് തേച്ച് കഴിഞ്ഞാല് ചുണങ്ങ് മാറുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ സാധാരണ കാട്ടിൽ നിന്ന് കിട്ടുന്ന പല ഔഷധങ്ങൾ വേറെ ഉണ്ട്. എല്ലാം കൂടി പറയേണ്ട ആവശ്യമില്ല. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോ നമുക്ക് കൂടുതൽ വിവരങ്ങൾ എല്ലാവിധ അസുഖങ്ങളെ പറ്റിയിട്ടും അദ്ദേഹത്തിന്റെ കൈവശം ചികിത്സാ രീതികളുണ്ട്. അത് അറിയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിനെ വിളിക്കുക. ഇദ്ദേഹത്തിന്റെ നമ്പർ നമ്മൾ ഇതില് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേട്ടന് നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയേണ്ടത് ഇതിനെ പറ്റിയിട്ട്? പ്രേക്ഷകരോട് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കണ്ടമാനം പണച്ചെലവാണ് ഇന്ന് ആശുപത്രിയിൽ മരുന്നിനും കിഴിയും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ. അതുമായിട്ട് ഞാൻ ഇങ്ങനെ ഇതുവരെ പണം വാങ്ങിയിട്ടല്ല ചെയ്യുന്നത്, ദക്ഷിണ വാങ്ങിയിട്ടേ ഞാൻ ചെയ്യുന്നുള്ളൂ. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ ചികിത്സ പൈസ ഉള്ളവരും പൈസ ഇല്ലാത്തവരും ഒക്കെ ഉണ്ട്. അപ്പൊ അത് കാരണം നമ്മൾ പല രോഗങ്ങൾ പറയുമ്പോൾ പൈസ ഇല്ലാത്തവർക്ക് അതിനനുസരിച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇതിനെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ പറയും. അങ്ങനെ പല മരുന്നുകളുണ്ട്. നമ്മൾ
അപ്പൊ അത് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അവർ ഉപയോഗിക്കുമ്പോൾ ഒറ്റമൂലിയാണ് അതൊക്കെ. അതെ 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 അപ്പൊ അത് മാറിക്കിട്ടും. അങ്ങനെ നമുക്ക് പല മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ വൈദ്യരായിട്ടൊന്നുമല്ല, നമ്മൾ പഴക്കം കൊണ്ടും പാരമ്പര്യമായിട്ട് നമ്മൾ വയറുവേദനയ്ക്ക് നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാലോ. അതുപോലെ തന്നെ വീട്ടിൽ അമ്മമാർക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ കുറെ ആ അറിയാം. അത് അവർ ചെയ്യുന്ന നാട്ടുവൈദ്യം. നാട്ടു ചികിത്സകളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ മാറും. മരുന്ന് കൊടുക്കും, വയറുവേദന ഉണ്ടാവും കുട്ടികൾക്ക്, ഉം. പുഞ്ഞു മാറാൻ കൊടുക്കും മരുന്നുകൾ. അപ്പൊ ഇതൊക്കെ സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഒറ്റമൂലിന്റെ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ടല്ല, നാട്ടറിവും കേട്ടറിവും ഒക്കെ കൊണ്ട് നമ്മൾ പല കാര്യങ്ങൾ വെച്ചിട്ട് അതെ അറിയുന്നതാണ്. അതെ ഇതിനിപ്പോ ആ, സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളൊരു സഹായമൊന്നുമില്ല. പഞ്ചായത്തിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ക്ലാസ് നടത്തുന്നൊക്കെ പറഞ്ഞു, ആ വൈദ്യന്മാരെ വിളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ്. ആ, ഫോറസ്റ്റിൽ 1-2 ക്ലാസ് ഒക്കെ നടത്തുന്ന സമയത്ത് ഞാൻ പോകാൻ പറ്റിയില്ല. ആ. പിന്നെ പഞ്ചായത്തിൽ ഇതിലെ ക്ലാസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞല്ലാണ്ട് ഇതിനാരും ഇൻട്രസ്റ്റ് കൊടുത്തില്ല. എല്ലാവരും ഇംഗ്ലീഷ് ഇല്ല. മരുന്നിലേക്കാണ് അതെ പോകുന്നത്, പിന്നെ ആയുർവേദം ഇതിന് മാർഗം. നാട്ടുവൈദ്യത്തിന് ലൈസൻസ് എടുക്കാൻ പോയില്ല. നാട്ടുവൈദ്യത്തിന് ഞാൻ നാഗർകോവിൽ താമസിക്കുന്നത് തമിഴ്നാട്ടിൽ 5-6 മാസം ഇതിന്റെ ക്ലാസ്സിന് ഞങ്ങളെ വൈദ്യന്മാരൊരു ഇതുണ്ട്. ആ കുഷ്ഠം ഇങ്ങനെ മഞ്ഞപ്പിത്തം ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറുന്ന ഉം. വെള്ളപ്പാണ്ട് ഇതൊക്കെ മാറ്റി കൊടുക്കുന്ന വൈദ്യന്മാരൊക്കെ അവിടെ നാട്ടുവൈദ്യന്മാരുണ്ട്. അവരുടെ ഒരു അല്ല കൂട്ടായ്മ അവിടുത്തെ ഉണ്ടായിരുന്നു. പിന്നെ അതില് നമ്മുടെ കേരളത്തിൽ അതിനൊരു കേരളത്തില് ഇതില്ല. ഈ അതിന് സംഘടിപ്പിക്കാനോ അതിനുള്ളൊരു ഇതില്ല. പാരമ്പര്യ വൈദ്യന്മാരെ സഹായിക്കാനോ പറയാനോ അങ്ങനെയുള്ള അതിനൊക്കെ കൂട്ടായ്മ ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ല എല്ലാറ്റിനും ഉപരി നമുക്ക് ലൈസൻസ് കിട്ടണം. ഇതിനൊക്കെ അല്ലാണ്ട് ലൈസൻസ് ആവശ്യമാണ്. അപ്പൊ അത് അല്ലാണ്ട് കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ RMO കൊടുക്കണം. അപ്പൊ മെഡിക്കൽ കോളേജിൽ RMO ഇതുവരെ അങ്ങനെ ഒരു കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുമില്ല. അവരവർ അപ്പോ യോഗം വിളിച്ചിട്ടുമില്ല, നമ്മളെ കൂട്ടി വരുത്തുന്നുമില്ല. അപ്പൊ പഴയ വൈദ്യന്മാർക്ക് പോലും ലൈസൻസ് പുതുക്കിയില്ലെങ്കിൽ അവർക്ക് പോലും ഇത് ഇല്ല ഇല്ല നഷ്ടപ്പെടുകയാണ്. ചികിത്സിക്കാൻ ബുദ്ധിമുട്ടാണ്. ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഈ ലൈസൻസ് ഇല്ലാത്തത് കാരണം. അപ്പൊ പ്രേക്ഷകരോട് അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ ഇതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ചികിത്സിക്കാന്ന് വെച്ചാൽ നടക്കൂല. ഇല്ല ഇല്ല ഇല്ല. പിന്നെ ഉള്ള വൈദ്യന്മാരുടെ കോപ്പി വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഹെൽപ്പറായിട്ട്. ആ അങ്ങനെയാണ് ഇപ്പോൾ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അതിന്റെ കോപ്പി നമ്മുടെ കയ്യിലുണ്ടാവും അവരുടെ. അപ്പൊ ചേട്ടന്റെ നമ്പർ എൻ്റെ നമ്പർ 94 96 24 67 10. ആ ഒന്നുകൂടി പറഞ്ഞേക്ക്. 94 96 24 67 10. ഇതിപ്പോ എപ്പോഴാ എൻ്റെ പേര് ചെറിയാൻ. ചെറിയാൻ എപ്പോഴാ വിളിക്കും? പീച്ചിയിൽ അടുത്ത് വിലങ്ങന്നൂരിൽ താമസിക്കുന്നു. ഈച്ച അടുത്ത് വിളങ്ങുന്നത്. അപ്പൊ ഇത് എപ്പോഴാ വിളിക്കണ്ടേ? എന്തെങ്കിലും ഏ ഡൗട്ട് ഉണ്ടെങ്കിൽ ഏത് സമയത്ത് വിളിച്ചാലും നമ്മൾ അറ്റൻഡ് ചെയ്യാം. അപ്പൊ ചേട്ടൻ ഈ ഇതിനല്ലാണ്ട് വരുന്ന സമയം എന്ന് വെച്ചാൽ നമ്മൾക്കും അവർക്കും പറ്റുന്ന സമയ അല്ല ഇവര് ചിലവർക്ക് ഡൗട്ട് അറിയാൻ വേണ്ടി വിളിക്കും. ഡൗട്ട് അറിയാവുന്നവർക്ക് നമ്മൾ ഏത് സമയത്തും പറഞ്ഞു കാലത്ത് കൊടുക്കും. വേറെ വർക്കിന് എന്തെങ്കിലും പോകണ്ട. ഞാനിപ്പോ അവിടെ ജോലി ഇല്ലാത്തതുകൊണ്ട് ഈ തൊഴിലുറപ്പിന്റെ ജോലിക്ക് പോകുന്നുണ്ട് പകല്. അപ്പൊ ആ സമയത്ത് ഫോണും കൊണ്ട് പോവോ? ഫോണുണ്ടാവും. അപ്പൊ എന്നാലും വിളിച്ചെടുക്കാറുവോ? വിളിച്ചു കഴിഞ്ഞാലും സംസാരിക്കുകയൊക്കെ ചെയ്യാം ഓക്കെ. അത്യാവശ്യം. ഏത് സമയത്ത് വിളിച്ചാലും അത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ പറഞ്ഞു തരാം. പിന്നെ ചികിത്സക്ക് വേണമെങ്കിൽ വീട്ടിൽ വരും, അല്ലെങ്കിൽ അവരെ വീട്ടിലേക്ക് പോവാ. വീട്ടിലേക്ക് വരിക, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഞാൻ അടുത്തൊക്കെ ആണെങ്കിൽ പിന്നെ ദൂരെ ഒന്നും പോകാൻ ആ പറ്റില്ലല്ലോ. അത് പിന്നെ ബുദ്ധിമുട്ട്. എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ ഈ നടുവേദനയൊക്കെ വന്നു കഴിഞ്ഞപ്പം നാഗർകോവിൽ പള്ളിയിൽ അച്ഛന്മാർ വിളിക്കും ആശ്രമത്തിലേക്ക്. അതാ അവിടെ 2-3 ദിവസമൊക്കെ താമസിച്ചിട്ട് അവിടെ കുറെ വയോധികരൊക്കെ ഉണ്ടാവുക, അവർക്ക് ചികിത്സ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് ആ, ആ നല്ലൊരു അപ്പൊ നമുക്കൊരു നല്ലൊരു വ്യക്തിയാണ് പരിചയപ്പെടാൻ കഴിഞ്ഞത്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇത് മാത്രമല്ല കേട്ടാ, അനേകം ചികിത്സകൾക്കുള്ള മരുന്നുകൾ, ഒറ്റമൂലികൾ ഒക്കെ ഉണ്ട്. പിന്നെ സമയ ദൈർഘ്യം ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ചുരുക്കിയിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാരെ നമ്മൾ വീണ്ടും കണ്ടെത്തിയിട്ട് ഇതുപോലെയുള്ള വീഡിയോ വീണ്ടും ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും നിർബന്ധമായിട്ട് കാണാം. കാരണം ഇത് കാണാതെ പോകരുത്. കാരണം നമുക്കിത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചികിത്സയാണ് ഈ പാരമ്പര്യ ചികിത്സ. കാരണം പാരമ്പര്യ ചികിത്സയ്ക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പ്രോത്സാഹനം കുറവാണ്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കിട്ടുന്ന കുറെ അറിവുകൾ മാത്രമേ അത് നമ്മൾ സൂക്ഷിച്ചു വെക്കാറില്ല. എന്നാൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇത് നമ്മളിപ്പോൾ പരിചയപ്പെട്ട അറിവുകൾ മാത്രമല്ല, അനേകായിരം അറിവുകളുണ്ട്. അതെല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇദ്ദേഹത്തിനെ വിളിക്കാം. എനി ടൈം ഇദ്ദേഹത്തിനെ വിളിക്കാം. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയുമായി നമ്മൾ അടുത്ത ദിവസം വരും. അതുവരെ എല്ലാവർക്കും ബൈ.